നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. K-TETുമായി ബന്ധപ്പെട്ട നമ്മളുടെ പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ ഏജ് ഓഫ് ചാസറിന്റെ മൂന്നാം പാർട്ടാണ് നമ്മളുടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക. ഹൗ മെനി പിൽഗ്രിംസ് ആർ ഗോയിങ് ഓൺ ദ പിൽഗ്രിമേജ് ഇൻ ചോസേഴ്സ് കാൻറ്റർബറി ടേൽസ്? എത്ര പേരായിരുന്നു? 29. ഓക്കെ, 29. Then how many women characters figure in the prologue? എത്ര പേരുണ്ടായിരുന്നു? 3. Next question. Chaucer visited Italy in ഏത് കാലഘട്ടത്തിലായിരുന്നു Chaucer ഇറ്റലി സന്ദർശിച്ചത്? 1372 to 73. ഇതാണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അടുത്തത്, while Chaucer was in Italy, he came into contact with the work of ആരുടെയാണ് നോക്കുമ്പോൾ ഡാൻഡെ, ബൊക്കാഷ്യോ, പെട്രാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഓളാണ്, കാരണം ഇവർ മൂന്ന് പേരുമായിട്ടും കോണ്ടാക്ട് ആയിട്ടുണ്ട് വർക്ക്സുമായിട്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മന്ത് ഡിഡ് ചോസേഴ്സ് പിൽഗ്രിംസ് ഗോ ഓൺ ദ പിൽഗ്രിമേജ്? ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, ഏപ്രിൽ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബുക്ക് ഓഫ് ദ ഡച്ചസ് ഈസ് ആൻഡ് അലിഗറി ആണോ, അതോ എപ്പിക് ആണോ, സറ്റയർ ആണോ, അതോ ബാലഡ് ആണോ? ഏതായിരിക്കും? Allegoria. Okay, allegory. Next question, the House of Fame is written by ആരാണ്? നമുക്ക് ഉറപ്പാണ് ആരാണ്? ചോസർ. ഓക്കെ, ചോസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ ഈസ് റിട്ടൺ ഇൻ 1385. ഓക്കെ, 1385. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി എക്ലിസിയാസ്റ്റിക്കൽ ക്യാരക്ടേഴ്സ് ആർ പോർട്രേഡ് ഇൻ ദ prologue? എത്ര പേരായിരുന്നു? 8. Okay, 8. That's the correct answer. അടുത്ത ക്വസ്റ്റ്യൻ, നേംഡ് ഇൻ വാർ ദ പിൽഗ്രിംസ് അസംബിൾഡ് ഫോർ ദ നൈറ്റ്? ഏതായിരുന്നു? ടെമ്പിൾ ഇൻ ആണോ, ടാബാർഡ് ഇൻ ആണോ, സൗത്ത് വാക്ക് ഇൻ ആണോ, സെന്റ് ബെക്കറ്റ് ഇൻ ആണോ? ഏതാണ്? ടാബാർഡ് ഇൻ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ചാസേഴ്സ് പ്രോസ് വർക്ക്? ചാസറിന്റെ പ്രോസ് വർക്ക് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ ട്രോയിലസ് ആൻഡ് ക്രിസീഡി എന്ന് പറയുന്നത് പോയട്രി ആണ്, ഹൗസ് ഓഫ് ഫെയിം പോയട്രി ആണ്, ലെജൻഡ് ഓഫ് ഗുഡ് വിമനും പോയട്രി ആണ്. അപ്പോൾ പ്രോസ് ഏതാണ്? ട്രീറ്റീസ് ഓൺ ദ അസ്ട്രോലബ് എന്ന് പറയുന്ന ഈ വർക്കാണ് അദ്ദേഹത്തിന്റെ പ്രോസ് വർക്ക് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ചോസർ വാസ് നോട്ട് ഇൻഡപ്റ്റഡ് ടു ഹിസ് സോഴ്സസ് ടു വൺ ഓഫ് ദ ഫോളോയിങ്, ഐഡന്റിഫൈ ഹിം? ഏതാണ്? ഹോമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചോസേഴ്സ് ഏർലിയസ്റ്റ് വർക്ക് ഈസ്? ചോസറിന്റെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ദ ബുക്ക് ഓഫ് ദി ഡച്ചസ് ആണ്. ദ ബുക്ക് ഓഫ് ദി ഡച്ചസ്. അടുത്ത ചോദ്യം, ദർ ഇസ് എ റെഫറൻസ് ഓഫ് ഗോഡസ് വീനസ് ഇൻ? ഗോഡസ് വീനസിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഏത് വർക്കിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ദ പാർലമെന്റ് ഓഫ് ഫോൾസ് ആണ്. ദ പാർലമെന്റ് ഓഫ് ഫോൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വർക്ക് ഓഫ് ചോസർ ഈസ് കാൾഡ് എ സൈക്കോളജിക്കൽ നോവൽ? അത് സൈക്കോളജിക്കൽ നോവൽ എന്ന് പറയുന്നത് ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതാണ്? ട്രോയിലസ് ആൻഡ് ക്രിസീഡി. ഓക്കെ, ട്രോയിലസ് ആൻഡ് ക്രിസീഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൈം റോയൽ ഈസ് യൂസ്ഡ് ബൈ? ആരാണ്? ചോസർ. റൈം റോയൽ ഉള്ളത് ചോസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചോസർ ഹാസ് യൂസ് ദ ടെക്നിക് ഓഫ് മോക്ക് ഹീറോയിക് ഇൻ? മോക്ക് ഹീറോയിക് എന്ന് പറയുന്ന ടെക്നിക്ക് ഏത് വർക്കിലാണ് ചോസർ ഉപയോഗിച്ചിരുന്നത്? ഇതിലാണ് നൺസ് പ്രീസ് ടെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചീഫ് വെപ്പൺ ഓഫ് ലാംഗ്ലാൻഡ്സ് അലിഗറി ഈസ്? ഏതാണ്? ഐറണിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് വേർഷൻ ഓഫ് ലാംഗ്ലാൻഡ്സ് പിയേഴ്സ് ദ പ്ലോമാൻ വാസ് റിട്ടൺ ഇൻ? ഏതാണ്? 1361. ഇത്രയായപ്പോൾ നമുക്ക് ഏജ് ഓഫ് ചോസറിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി. നമുക്കെല്ലാം അങ്ങ് പറഞ്ഞു പോകാനുള്ള സമയമില്ല. നമുക്ക് ഓരോ ടോപ്പിക്കും എടുത്തിട്ട് അതിനകത്ത് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു പോവുകയാണ്. കാരണം നമ്മുടെ പരീക്ഷ ഡിസംബർ 29 അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വയ്ക്കാൻ വേണ്ടി താഴേക്കാണ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.